ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഡയറി കുറിപ്പുകളാണ് ഇന്നത്തെ ഈ വീഡിയോ. അതായത് സൈക്കോളജിസ്റ്റിന് ഒരു വാട്സപ്പ് മെസ്സേജ് വന്നു. സാർ, എന്നെ ഒന്ന് രക്ഷിക്കണം. പ്രൈവസി പരിഗണിച്ചുകൊണ്ട് ഇതിലെ ആരുടെയും പേരുകൾ വെളിപ്പെടുത്തുന്നില്ല. സാർ, എന്നെ ഒന്ന് രക്ഷിക്കണം. എൻ്റെ പ്രശ്നം ഞാൻ ഇവിടെ തുറന്നെഴുതുകയാണ്. ഒരു ദിവസം ശനിയാഴ്ച കൂട്ടുകാരനുമൊത്ത് പാർട്ടി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. ഡ്രസ്സെല്ലാം ഊറി. ആ ഫിറ്റിൽ ഞാൻ എൻ്റെ ഇന്നർ ഇടാനായിട്ട് മറന്നു. ഞാൻ മുണ്ടെടുത്തു കിടന്നു ഉറങ്ങി. ഞാൻ പിന്നെ വെളുപ്പിന് എണീറ്റ് മൂത്രമൊഴിച്ച് വീണ്ടും വന്ന് കിടന്നു. രാവിലെ ഏകദേശം 8:30 ആയിട്ടും എനിക്ക് തലവേദന കാരണം ഉണരാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോഴാണ് അയൽക്കാരി ചേച്ചി, അത് എൻ്റെ വീട്ടിൽ പണിക്ക് വരുന്ന ചേച്ചിയാണ്, എൻ്റെ വീട് വൃത്തിയാക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്നാണ് ഞാൻ ശ്രദ്ധിച്ചത്, എൻ്റെ മുണ്ട് മാറിക്കിടക്കുന്നു. അടിയിൽ ഒന്നും ഇല്ലാത്തതിനാൽ എൻ്റെ ലിംഗം ഉത്തരിച്ചിരിക്കുന്നു. എനിക്ക് ആകെ ജാള്യത തോന്നി. അവർ എൻ്റേത് കണ്ടിട്ടുണ്ടാകുമോ ഇല്ലയോ. പക്ഷേ ഡോക്ടർ, പ്രശ്നം അതല്ല. മിക്ക അവസരങ്ങളിലും ഇങ്ങനെ എനിക്ക് സംഭവിക്കാറുണ്ട്. വെളുപ്പിനെ ഇങ്ങനെ ലിംഗം ഉത്തരിച്ചു നിൽക്കാറുണ്ട്. ഇത് എന്തെങ്കിലും പ്രശ്നമാണോ? ഇതുകൊണ്ട് ഭാവിയിൽ എനിക്ക് വല്ല ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ടോ? ഇതാണ് സൈക്കോളജിസ്റ്റിന് ആ യുവാവ് എഴുതിയ വാട്സപ്പ് മെസ്സേജ്. അപ്പോൾ എല്ലാവരുടെയും അറിവിലേക്കായി ആ സൈക്കോളജിസ്റ്റ് മെസ്സേജ് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം: രാവിലകളിൽ തങ്ങളുടെ ലിംഗം ഉത്തരിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പുരുഷന്മാരിൽ തന്നെ പലർക്കും അറിയില്ല. പക്ഷെ ഇതു നിർഭാഗ്യവശാൽ കാണുന്ന സ്ത്രീകളിൽ, അത് അമ്മയാവാം, സഹോദരിയാവാം, മകളാവാം, ബന്ധുസ്ത്രീകളാവാം, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ യുവാവിന് പറ്റിയ പോലെ അടുത്ത വീട്ടിലെ പണിക്ക് വന്ന സ്ത്രീകൾ പലരുമാവാം. പക്ഷെ ഈ കാണുന്നവരിൽ ഇത് ഒരു കൗതുകം മുതലെടുത്തുന്നു എന്നത് പരമാർത്ഥമാണ്. പക്ഷെ പലരും ജാള്യത കൊണ്ട് ചോദിക്കാറില്ല എന്നതാണ് അതിരസകരം. അല്ല, ഇതൊക്കെ എങ്ങനെ ചോദിക്കും? നാണക്കേടില്ലേ? പലരും ഒരു അർത്ഥം വെച്ചുള്ള പുഴുങ്ങിയ ചിരിയോ കണ്ടില്ലെന്ന ഭാവമോ പാസാക്കി നടന്നു നീങ്ങും. പാവം പുരുഷന്മാരെ കുറിച്ച് എല്ലാവരും അറിയേണ്ട ആ കാര്യത്തിൻ്റെ കിടപ്പ് ഇങ്ങനെയാണ്. പുരുഷൻ്റെ പ്രധാന ലൈംഗിക ഹോർമോണുകളിൽ ഒന്നാണ് ടെസ്റ്റോസ്റ്ററോൺ. സ്ത്രീകളിൽ ഈ ഹോർമോൺ ഉണ്ടെങ്കിലും താരതമ്യേന കുറവാണ്. പുരുഷൻ്റെ ശരീര വളർച്ചയെയും, അതായത് മസിൽ ദൃഢമാകുന്നത്, രോമ വളർച്ച, ഉയരം വയ്ക്കുന്നത് എന്നിവയല്ല, പിന്നെ ശബ്ദം പരുക്കനാകുന്നത്, അസ്ഥികൾക്ക് ബലം വയ്ക്കുന്നത്, കൂടാതെ ലൈംഗിക അവയവങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്നത് എല്ലാം ഈ ഹോർമോണാണ്. ഈ യുവാവിന് പറ്റിയ ഈ അവസ്ഥയെ പറയുന്ന പേരാണ് NPT, നോക്ടുറൽ പെനിൽ ടുമെസൻസ് എന്ന ഈ ജൈവ പ്രത്യേക സംഭവിക്കുന്നതിൻ്റെ കാരണം ഉറക്കത്തിലെ സ്വപ്നാവസ്ഥകളിൽ സജീവമാകുന്ന തലച്ചോറിലെ ചില ഭാഗം പുരുഷ ലൈംഗികാവസ്ഥയിലേക്ക് സിഗ്നലുകൾ നൽകുന്നതിൻ്റെ ഫലമായിട്ടാണ്. മാത്രമല്ല, ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് രാവിലകളിൽ വളരെ കൂടുതലും രാത്രികളിൽ കുറവുമായിരിക്കും. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയും തലച്ചോറുമാണ് രക്തത്തിലെ സഞ്ചരിക്കുന്ന ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്നത്. ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് ഓരോ മണിക്കൂറിലും വ്യത്യാസപ്പെടാറുണ്ട്. മിക്കവരിലും 20-30 വയസ്സുകളിൽ ഉയർന്നും 30-35 എത്തുമ്പോഴേക്ക് ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു വരുന്നതായും പഠനങ്ങൾ പറയുന്നുണ്ട്. ആവർത്തിച്ചുള്ള രക്തപരിശോധനയിലൂടെ നിലവിൽ ടെസ്റ്റോസ്റ്ററോൺ അളവ് പരിശോധിക്കാനാകും. മറ്റും ആധുനിക വൈദ്യ രംഗത്ത് മാർഗമുള്ളതിനാൽ ഉദ്ധാരണക്കുറവ്, ലൈംഗിക താല്പര്യക്കുറവ് തുടങ്ങിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കാൻ മടിക്കരുത്. എന്തായാലും ശാസ്ത്രം ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഈ കൊടിമര പ്രതിഭാസത്തെ ആരോഗ്യത്തിൻ്റെ ലക്ഷണമായി തന്നെ കാണുന്നതിനാൽ ഇനി ബെഡ്റൂമിലെ കൊടിമരത്തെ നിങ്ങൾക്ക് അഭിമാനത്തോടെ നോക്കി കാണാവുന്നതാണ്. ഒരു പ്രശ്നം യുവാവായ നിങ്ങൾക്ക് ഇല്ല എന്നതാണ് സത്യം.